ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ UK Reels with അന്നക്കുട്ടി. ഞാൻ നിങ്ങളുടെ സ്വന്തം അന്നക്കുട്ടി. ഹിയർ വി ഗോ വിത്ത് സെക്കൻഡ് ഡേ ഓഫ് AM Diaries ബൈ അന്നക്കുട്ടി. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡേയിലെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഷോർട്സിലൂടെയും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കണ്ടിട്ടുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അൽബേനിയയിലേക്ക് പോകാൻ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നൊരു പ്ലേസാണ് കൊമാനി ലേക്ക്. അൽബേനിയൻ ആപ്സിൻ്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ലേക്ക് നമുക്ക് അഡ്വഞ്ചറസ് ആയിട്ട് പോകാൻ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ നേച്ചർ ലവിങ് ആയിട്ടുള്ളവർക്കുള്ള ബെസ്റ്റ് ഓപ്ഷനാണ്. നല്ല എംറാൾഡ് ഗ്രീൻ കളറിലെ വാട്ടറും നല്ല ഇടുങ്ങിയ പാറക്കെട്ടുകളുടെയും ഇടയിലൂടെ ആയിരിക്കും നമ്മൾ ഈ ജേണിയിൽ ട്രാവൽ ചെയ്യുന്നുണ്ടാവുന്നത്. 1970s ഡ്രിൽ നദിയുടെ ഡാം നിർമ്മാണത്തിനിടയിലാണ് ഈ ഒരു മാൻമെയ്ഡ് മാർവൽ ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ബോട്ട് യാത്രയുടെ എൻഡിലായിട്ടായിരിക്കും നമുക്ക് ഈ ഒരു ഡ്രമാറ്റിക് ലേക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ട്രിപ്പ് നമ്മൾ മോർണിംഗിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴിയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആൻഡ് നമുക്ക് കുറേ സിമിലാരിറ്റീസ്, ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്ലേസുമായിട്ട് ഈ വീടുകളാണെങ്കിലും ലൊക്കേഷൻസ് ആണെങ്കിലും ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ടായിരുന്നു. ഈ ഒരു എൻറ്റയർ 5 days ഞാൻ നോട്ടീസ് ചെയ്ത വൺ ഓഫ് ദ മെയിൻ തിങ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു ഡെസ്റ്റിനേഷനിൽ നിന്നും അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു 2-3 hours മിനിമം കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ട്രാവൽ ചെയ്തുകൊണ്ട്, അതായത് ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലോണം എൻജോയ് ചെയ്യാനുള്ള എല്ലാ സ്കോപ്പും ഈ ഒരു അൽബേനിയൻ ഡയറീസിലുണ്ട് കേട്ടോ. അൽബേനിയ ആണെങ്കിലും മോണ്ടിനീഗ്രോ ആണെങ്കിലും നല്ലോണം ട്രാവൽ ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ പോകേണ്ടത്. അതുപോലെ നമുക്ക് അത്യാവശ്യം കുറേ മലകളെല്ലാം കയറി അതെല്ലാം എക്സ്പ്ലോർ ചെയ്ത് ബൈ ബസ് നമ്മൾ നല്ലോണം ട്രാവൽ ചെയ്ത്, അതുപോലെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവേഴ്സൊക്കെ ഭയങ്കര സ്കിൽഫുള്ളാണ്. അവർ ആ ഒരു നല്ല ഡെസ്റ്റിനേഷനിൽ കൂടെ കൊണ്ടുപോയി നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഈ ലേക്കിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഈ ഒരു ഡാം എല്ലാം കണ്ടിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നത്. ഈ ഒരു സംഭവം നമ്മൾ ഒരുപാട് ഉള്ളിലേക്ക് പോയി കഴിയുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് വിചാരിക്കുക. ആക്ച്വലി നമ്മൾ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഭവം എൻഡിലുണ്ടെന്ന് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യാത്ത രീതിയിലാണ് നമ്മുടെ ഈ ഒരു ജേണി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ലേക്ക് ഉണ്ട്, പക്ഷെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സംഭവം ഇൻസൈഡ് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയെന്ന് നമുക്ക് ഈ ഒരു എൻറ്റയർ ജേണിയിൽ നമുക്ക് തോന്നിയിട്ടേ ഇല്ല. അവിടെ എത്തിക്കഴിയുമ്പോഴാണ് ഓക്കെ ഒരു മിറാക്കിൾ വേൾഡ് അല്ലെങ്കിൽ ഒരു ഫെയറി ലാൻഡിലൊക്കെ എത്തിയൊരു ഫീലായിരുന്നു നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് റിയൽ ആണെന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ആ ഒരു ഫീല് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. ഈ ഒരു പോകുന്ന വഴിയിലൊക്കെ അത്യാവശ്യം കൾട്ടിവേഷൻ ഉള്ളൊരു ഏരിയ ആയിരുന്നു. ഒരുപാടല്ലെങ്കിലും നമുക്ക് ഏകദേശം ഈ ഒരു മലയുടെ അടുത്തൊക്കെ എത്തുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഒരുപാട് പോമോഗ്രാനേറ്റും ഫ്രൂട്ട്സ് ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ളൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ കൾട്ടിവേഷൻ നോക്കുന്ന സമയത്തും അത്യാവശ്യം കോൺ നന്നായി കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അവർ. അതുപോലെ ഫ്രൂട്ട്സ് ലൈക്ക് ആപ്പിൾസ് ഉണ്ട്, ചെറീസ് ഉണ്ട്. നമുക്ക് പോമോഗ്രാനറ്റ് ഭയങ്കര റെഗുലറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പോകുന്ന എല്ലാ റോഡിൻ്റെ സൈഡിലും ഒക്കെ നിറച്ച് പോമോഗ്രാനറ്റ് ഒക്കെ പിടിച്ച് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒരു പോയിൻ്റൊക്കെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് ലേക്കിൻ്റെ ഒരുപാട് അടുത്താകും. പക്ഷേ അപ്പോഴൊന്നും നമ്മൾ ഈ ഒരു ഡെസ്റ്റിനേഷൻ എത്തത്തില്ല. ഇതിലേക്ക് എത്തണമെങ്കിൽ അത്യാവശ്യം നല്ല ടൈം കൺസ്യൂം ചെയ്യും. അതായത് ഒരു ഡേ നമുക്ക് അവിടെ എത്തിയിട്ട് തിരിച്ചു വരാൻ മിനിമം ഒരു ഡേ നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും ഈ ഒരു ജേണിയിൽ. അത് വേർത്താണ് ആക്ച്വലി. കാരണം നമുക്ക് ബസ്സിൽ ട്രാവൽ ചെയ്ത് എത്താൻ തന്നെ അത്യാവശ്യം സമയം എടുക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരു 2-3 hours ഒക്കെ സ്പെൻഡ് ചെയ്ത ശേഷം തിരിച്ചു വരാനാണെന്നുണ്ടെങ്കിൽ ഒരു 1 day കൊണ്ട് കവർ ചെയ്യാം. അല്ല നിങ്ങൾക്ക് കുറച്ചും കൂടെ ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഹോട്ടൽസ് അല്ലെങ്കിൽ സ്റ്റേ ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള സ്പേസസ് ഉണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ റൂം റെൻറ്റ് ചെയ്തിട്ട് താമസിക്കാം. അപ്പോൾ ഭയങ്കര രസമായിരിക്കും ആ ഒരു വ്യൂ ഒക്കെ. നമ്മൾ ഈ ഒരു ലേക്കൊക്കെ കണ്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ലൊക്കേഷനിൽ നിന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്ന സമയത്ത്, അതായത് നമ്മൾ കീപ്പ് ഓൺ മൂവിങ് ആവുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ലേക്കിൻ്റെ വാട്ടറിൻ്റെ കളർ നല്ലോണം ചേഞ്ച് ആവുന്ന കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ആദ്യം ഒരു ഡാർക്ക് ഗ്രീൻ ഒക്കെ വന്ന ശേഷം കുറച്ചും കൂടെ ബ്രൈറ്റ് ആയി തുടങ്ങുന്നു. അങ്ങനെ ഈ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ കാരണം നമുക്ക് ഈ ഒരു ഗ്രീൻ കളർ, ബ്ലൂ കളർ എന്നൊക്കെ ഉള്ള രീതിയിൽ നല്ലപോലെ ചേഞ്ച് ആവുന്നതായിട്ട് നമുക്ക് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ വരുന്നുണ്ട്. ഭയങ്കര രസമാണ് കേട്ടോ ഇങ്ങനെ ഒരു ഡാർക്ക് ഗ്രീനൊക്കെ കാണാനായിട്ട്. ആ ഒരു മലയുടെ ഇടയിൽ കൂടെ പോകുന്നത് ഭയങ്കര നല്ലൊരു വ്യൂ ആണ്. പോകുന്ന വഴിക്കെല്ലാം നമുക്കൊരു നല്ല സീനറിയുടെ സ്കോപ്പ് നമുക്ക് എല്ലായിടത്തും ഒരു ഫോട്ടോ എടുക്കാനുള്ള സ്പേസ് എല്ലാ കോർണറിലും നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അത്രയും നല്ലൊരു സ്ഥലമാണ്. നമ്മളിത് ട്രാവൽ ചെയ്തിട്ട് ഒരു തുരങ്കം, ഒരു ടണലിൻ്റെ അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബസ് ജേണി സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടാവുക.
ബസ് ജേർണി മാത്രം തന്നെ നമുക്ക് ഏകദേശം ഒരു 2 അവേഴ്സിന് മുകളിൽ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ബസ് ഇറങ്ങിയ ശേഷം നമ്മളവിടെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ കാണിച്ച ശേഷം നമ്മൾ അവിടെ നിന്നാണ് നേരെ നമ്മൾ ശരിക്കും ലൊക്കേഷനിലേക്ക് നമ്മൾ പോകുന്നുണ്ടാവുക. ഇതുവരെ നമ്മൾ ഈ ഒരു മലയുടെ ഇടയിൽ കൂടി ഒരു ട്രാവലായിരുന്നു. അപ്പോൾ ഈ ടണലിൻ്റെ അകത്തൂടെ നമ്മൾ നടന്നിട്ടാണ് അടുത്ത ലൈക്ക് നമുക്ക് ബോട്ട് എടുക്കേണ്ട സൈഡിലേക്ക് നമ്മൾ പോകുന്നുണ്ടാവുക. നമ്മൾ ഫസ്റ്റ് ഇനിഷ്യലി ടണലിൽ കൂടെ പോയി നോക്കിയപ്പോൾ കുറച്ച് ദൂരം ആരെയും കണ്ടില്ല. പിന്നെ നമുക്കത് റെക്കഗ്നൈസ് ചെയ്ത് നമ്മൾ പോയി നടന്നങ്ങനെ ഒരു ജസ്റ്റ് ഒരു കോർണർ സൈഡിൽ കൂടെ വണ്ടികൾ വരുന്ന റൂട്ടാണിത്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് പോകണം. ഭയങ്കര തണുപ്പും ഇരുട്ടൊക്കെ ഉണ്ടെങ്കിലും ഒരു ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഭയങ്കര തണുപ്പാണ് കേട്ടോ ഇതിൻ്റെ അകത്ത്. അങ്ങനെ നമ്മൾ ഇതിലേ നടന്നിട്ടാണ് നമ്മൾ അതർ എൻഡിലാണ് നമുക്ക് പോകേണ്ട ബോട്ടുള്ളത്. നമ്മൾ ട്രാവൽ ചെയ്ത പാക്കേജിൽ ഈ ബോട്ടിൻ്റെ ജേർണി ബോട്ടിൽ ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണമായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് നമ്മുടെ ആ ഒരു ഏജൻസി അറേഞ്ച് ചെയ്ത ബോട്ടിലാണ് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിഷ്യലി നമ്മൾ ഒരൊറ്റ ബോട്ടിലാണ് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു പോയിൻ്റ് എത്തിയ ശേഷം നമ്മളത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. കാരണം ഒരുപാട് ആഴമില്ലാത്തൊരു പോയിന്റിലേക്കൊക്കെ എത്താൻ നേരത്ത് നമ്മൾ അടി തട്ടുന്നത് കാരണം നമ്മൾ 2 ബോട്ടിലേക്കായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ ഒരൊറ്റ ബോട്ടിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഏകദേശം ഒരു 40 എബവ് മെമ്പേഴ്സ് നമ്മുടെ 2 ട്രിപ്പിലുണ്ടായിരുന്നു. ഈ ഒരു ബോട്ട് ട്രിപ്പിൽ നിന്നാണ് നമ്മുടെ കൊമാനി ലേക്ക് എന്ന് പറയുന്ന ആ ഒരു മാജിക്കൽ ട്രിപ്പിലേക്ക് നമ്മൾ തുടങ്ങുന്നത്. ഭയങ്കര രസമാണ് കേട്ടോ ഈ ഒരു ബോട്ട് ജേർണി എന്ന് പറയുന്നത്. ഭയങ്കര രസമാണ്. ഇവിടെ നമുക്ക് ആ ഒരു കളർ വേരിയേഷൻ കാണാൻ പറ്റുന്നുണ്ട്. വെള്ളമൊക്കെ കുറച്ച് ഒരു ഡാർക്ക് ഷെയ്ഡിൽ നിന്ന് കുറച്ചുകൂടെ പോകാൻ നേരത്ത് നമ്മൾ ലൈറ്റ് ഷെയ്ഡിലേക്ക് കവർ ചെയ്യും. നമ്മൾ കുറേ പേരെല്ലാം ഫോട്ടോസും വീഡിയോസും നമ്മൾ ഒരു ഫാമിലി ട്രിപ്പിനാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ കുറച്ച് ഫാമിലീസ് എല്ലാവരും വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ആ ഒരു നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ സറൗണ്ടഡ് ബൈ നമ്മൾ ഫുൾ മൗണ്ടെയ്ൻസ് ആണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ജസ്റ്റ് ഒരു ലേക്ക് പോലെ പോകുന്നതാണ്. പക്ഷെ നമ്മൾ ഈ ലേക്കിൽ പോകുമ്പോഴും നമുക്ക് അങ്ങനെ എൻലെസ് ആയിട്ട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. നമുക്ക് അത്യാവശ്യം നല്ലോണം നേരം ഐ തിങ്ക് നിയർലി ഒരു 1 അവറോളം നമ്മൾ ഈ ഒരു ലേക്കിൽ ബോട്ടിൽ ട്രാവൽ ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു ലൊക്കേഷനിലേക്ക് എത്തുക. ഇവിടെ എത്തിക്കഴിയുമ്പോൾ ആ വേരിയേഷൻ കളറിൻ്റെ വേരിയേഷനും ആഴത്തിൻ്റെ വേരിയേഷനും നമുക്ക് ഭയങ്കര എവിഡൻ്റ് ആണ്. നമുക്കിതിൻ്റെ താഴെ നമുക്ക് വളരെ നല്ല ക്ലിയർ ആയിട്ട് ആ സ്റ്റോൺസൊക്കെ ആ പെബിൾസൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ പറ്റും. ഈ ഒരു പോയിന്റിലാണ് നമ്മുടെ ക്യാമറയും നമ്മുടെ കണ്ണുമായിട്ടുള്ള ഒരു വ്യത്യാസം വരിക. ഈ ഒരു വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഒരു 10 ടൈംസ് 20 ടൈംസ് ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ പറ്റും. ഇതൊരു 1 ടൈം നമ്മൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അത്രയും നല്ല ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ. ഈ വെള്ളം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല തണുപ്പാണ്. നല്ല ഐസ് വാട്ടർ പോലത്തെ വെള്ളമാണ്. പക്ഷെ നമുക്ക് ഭയങ്കര രസമാണ്. നമുക്കിവിടെ എത്തുമ്പോൾ തന്നെ ഒരു പീസ്ഫുൾ മൈൻഡാണ് കിട്ടുക. അല്ലെങ്കിലും ഇവിടെ എല്ലാവരും നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ മെൻ്റലി നമ്മൾ ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് ഫോറിനേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ ഒരുവിധം ഫോറിനേഴ്സൊക്കെ അവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യുന്നവരാണ്. നമ്മൾ കുറച്ച് പേരാണ് വന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് പോകുന്നത്. അത് എത്രത്തോളം അഫോർഡബിൾ ആണെന്ന് എനിക്കറിയില്ല അവിടെ നമ്മൾ ഫുൾ ഡേ സ്പെൻഡ് ചെയ്യുന്നത്. കാരണം ഫുഡൊക്കെ കുറച്ച് എക്സ്പെൻസീവായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ സൈഡിൽ കാണുന്ന കുഞ്ഞു കൺസ്ട്രക്ഷൻസൊക്കെ ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സൊക്കെയാണ്. നമുക്കവിടെ അക്കോമഡേഷൻ എടുക്കാൻ പറ്റും. പക്ഷെ അത് എത്രത്തോളം അഫോർഡബിൾ ആണെന്ന് എനിക്കറിയില്ല. അവിടെയുള്ള എല്ലാ റെസ്റ്റോറൻറ്റ്സും ഇതുപോലെ നല്ല വ്യൂ ഉള്ള ഏരിയയിലാട്ടോ. എല്ലാ എണ്ണവും നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്ന ഒരു പാലമൊക്കെ കൂടെ ക്രോസ് ചെയ്ത് ഭയങ്കര രസമായിട്ട് പോകുന്ന ഒരു ഏരിയാസാണ്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ടൈഡി പ്ലേസാണ്. നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. നമുക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങുന്ന നേരത്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. നിങ്ങളൊരു അൽബേനിയൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലിസ്റ്റിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട വൺ ഓഫ് ദ മെയിൻ പ്ലേസ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഡേ 2. നമ്മൾ ഡേ 2 ഈ ഒരു ലൊക്കേഷൻ കവർ ചെയ്യാൻ വേണ്ടി അത്യാവശ്യം നല്ല ടൈം കൺസ്യൂം ചെയ്തു. പക്ഷെ ആ ടൈം നമുക്ക് നല്ല ആയിട്ട് തോന്നി. അതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡയറി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബാക്കി വീഡിയോസിന് വെയിറ്റ് ചെയ്യുക. താങ്ക്